ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കൊഞ്ച് നമുക്കിന്ന് റോസ്റ്റൊന്നും ചെയ്യുന്നില്ല, നമുക്കൊരു വറുത്തരച്ച് തീയൽ വെക്കാം. ഭയങ്കര ടേസ്റ്റായിട്ട് ഈ വറുത്തരച്ച് കൊഞ്ച് തീയൽ വെച്ചാൽ. അതിനായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ദണ്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് പിന്നെ നമ്മുടെ പച്ചക്കറി എന്ന് പറയുന്ന സവാള, കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ കണ്ടിച്ചങ്ങോട്ട് ഇട്ടിട്ട് നമ്മളതങ്ങ് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ട്, നമ്മുടെ കൊഞ്ച് വലിയ കൊഞ്ചായതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്നായിട്ട് വഴറ്റി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ മതി. അടക്കി വെച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് അതെല്ലാം ഒരുമിച്ചിരുന്നങ്ങ് വെന്തോളും കേട്ടോ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് വേണം, വറുത്തരയ്ക്കുന്ന പൊടി റെഡിയാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് തേങ്ങയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ല കണക്ക് വറുത്തെടുക്കുക. അതിലോട്ട് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി ഒരു ശകലം കുരുമുളക് പൊടി ഇടണം കേട്ടോ. കാരണം നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല ഇങ്ങോട്ട് അരച്ചെടുക്കണം. നല്ല കണക്കരിക്കണമെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. എന്നിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന ഈ പച്ചക്കറിയും കൊഞ്ചും ഇല്ലേ, അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് നല്ല കണക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കറി ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ കൊഞ്ച് തീയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാമല്ലോ. അപ്പോഴേക്കും നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊഞ്ച് തീയൽ റെഡിയാവും കേട്ടോ. എൻ്റെ പൊന്നോ, നല്ല അടിപൊളി മണവും അടിപൊളി ടേസ്റ്റ്. എന്താണ്ട് ഉച്ചയ്ക്ക് ഞാൻ അതും കൂട്ടി നല്ലൊരു പിടിയും പിടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ.